നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും 5 വയസ്സുള്ള മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയതെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പേരാമംഗലം പോലീസ്. പുറനാട്ടുകര മേരി റാണി സ്കൂൾ വിദ്യാർത്ഥിയായ അക്ഷിച്ചിത്തിനെയും അമ്മ ശില്പയെയുമാണ് കാനാട്ട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അധികൃതർ. തെക്കുംകര കല്ലമ്പാറയിൽ മരം കയറ്റി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞു. ചെങ്കുത്തായ മൺപാതയിൽ നിന്ന് തെന്നിമാറിയ വാഹനം തലക്കീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ആര്യമ്പാടം സർവോദയം സ്കൂളിൽ കടന്നൽ ആക്രമണം. 14 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. PT പീരീഡിനിടെ മൈതാനത്തിറങ്ങിയ കുട്ടികളെ കൂട്ടത്തോടെ എത്തിയ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ലെന്ന അധികൃതർ. അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പുകയുയർത്തി കടന്നലുകളെ തുരത്തി. തൃശൂരിലെ തീപിടുത്തത്തിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയകളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി RPF. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ഇന്ധനച്ചോർച്ചയുള്ള നിലയിൽ കണ്ടെത്തിയ ബൈക്ക് RPF കസ്റ്റഡിയിലെടുത്തു. ഇന്ധനച്ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബൈക്ക് ഉടമയെ അറസ്റ്റ് ചെയ്ത് റെയിൽവേ നിയമപ്രകാരം കേസെടുത്തു. അഗ്നിബാധ ഒഴിവാക്കാൻ റെയിൽവേയുടെ വിവിധ വകുപ്പുകൾ സംയുക്തമായി സ്റ്റേഷനുകളിൽ വിശദമായ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും.